ഗുഡ് മോർണിംഗ് പരിശുദ്ധ പിതാവേ. എന്റെ പേര് മിയ സ്മോത്തേഴ്സ്. ഞാൻ മേരിലാൻഡിലെ ബാൾട്ടിമോർ അതിരൂപതയിൽ നിന്നുള്ള യുവതിയാണ്. എന്റെ അനുഭവത്തിൽ എന്റെ തെറ്റുകൾ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങേക്ക് തെറ്റുകൾ വരുമ്പോഴോ ആളുകളെ നിരാശപ്പെടുത്തിയതായി തോന്നുമ്പോഴോ ദൈവത്തിന്റെ കരുണ സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നാറുണ്ടോ? നിങ്ങളുടെ ചോദ്യത്തിന് നന്ദി. മിയ ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ വെളുത്ത സോക്സ് മാത്രമേ ധരിക്കൂ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും വേഡ്ലി എന്ന കളിയിൽ വ്യത്യസ്തമായ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അതിനാൽ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ആദ്യമായി ഒരു വാക്കൊന്നുമില്ല. മിയ, നിങ്ങളുടെ ചോദ്യത്തിന് നന്ദി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ഒരു പ്രധാന കാര്യമാണ്. കാരണം നാം എല്ലാവരും ചില സമയങ്ങളിൽ ഇപ്രകാരം കടന്നു പോകുന്നവരാണ്. നമ്മൾ ആരും എല്ലാം തികഞ്ഞവരല്ല എന്നതാണ് സത്യം. വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുന്നത് എല്ലാവരും പാപം ചെയ്യുകയും ദൈവമഹത്വത്തിൽ നിന്ന് വീഴുകയും ചെയ്തു എന്നാണ്. റോമാക്കാർക്കുള്ള തന്റെ കത്തിൽ അദ്ദേഹം അത് നമ്മോട് പറയുന്നുണ്ട്. ആദി പാപം നിമിത്തം ശരിയെന്ന് നമുക്കറിയാവുന്നതിന് വിപരീതമായി നാം ചിലപ്പോൾ ചെയ്യുന്നു. പാപത്തിനൊരിക്കലും അവസാന വാക്കില്ല. എന്നാൽ ഒരു നല്ല വാർത്തയുണ്ട്. നാം ദൈവത്തിന്റെ കരുണ ചോദിക്കുമ്പോഴെല്ലാം അവൻ നമ്മോട് ക്ഷമിക്കുന്നു. ക്ഷമിക്കുന്നതിൽ ദൈവം ഒരിക്കലും മടുപ്പ് കാണിക്കുന്നില്ലെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. ക്ഷമ ചോദിക്കാൻ ചിലപ്പോൾ നമ്മൾ മടിക്കും. അതുകൊണ്ട് ഓരോ പ്രാവശ്യം വീഴുമ്പോഴും വിശുദ്ധ പൗലോസിന്റെ വാക്കുകൾ ഓർക്കണം. പാപികളെ രക്ഷിക്കാനാണ് ഈശോ ലോകത്തിലേക്ക് വന്നത്. നമ്മുടെ ബലഹീനതകൾ അറിഞ്ഞുകൊണ്ട് അവൻ നമ്മെ തേടി വന്നു. ആരെങ്കിലും തന്റെ അടുക്കലേക്ക് മടങ്ങി വരുമ്പോൾ ദൈവത്തിന്റെ സന്തോഷത്തെക്കുറിച്ച് ഈശോ അനേകം കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ധൂർത്തപുത്രന്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാം. ഭയങ്കര തെരഞ്ഞെടുപ്പുകൾ നടത്തിയ ആ മകൻ തിരികെ വീട്ടിൽ വന്നപ്പോൾ അപ്പൻ ഓടിവന്ന് കെട്ടിപ്പിടിച്ചു. കാണാതെ പോയ ആടുകളെ അന്വേഷിക്കുന്ന നല്ല ഇടയനെന്നും ഈശോ സ്വയം വിളിച്ചു. കുരിശിൽ പോലും അവൻ നല്ല കള്ളനോട് ക്ഷമിക്കുകയും തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ക്ഷമിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ ദൈവത്തിന്റെ ഹൃദയം വ്യത്യസ്തമാണ്. ദൈവം ഒരിക്കലും നമ്മെ തിരികെ ക്ഷണിക്കുന്നത് നിർത്തുന്നില്ല. അനുരഞ്ജനത്തിന്റെ കൂദാശയിൽ നാം ദൈവത്തിന്റെ ഈ കാരുണ്യം ഒരു പ്രത്യേക രീതിയിൽ അനുഭവിക്കുന്നു. കുമ്പസാരത്തിൽ പുരോഹിതനിലൂടെ ഈശോ നമ്മെ കണ്ടുമുട്ടുന്നു. നാം നമ്മുടെ പാപങ്ങൾ സത്യസന്ധമായി ഏറ്റുപറഞ്ഞ് നമ്മുടെ പ്രായശ്ചിത്തം സ്വീകരിക്കുമ്പോൾ പുരോഹിതൻ പാപമോചനം നൽകുന്നു. അതിനാൽ ദൈവം നമ്മളോട് ക്ഷമിക്കുന്നു എന്ന് ഉറപ്പോടെ പറയാം. എന്നാൽ നിങ്ങളുടെ പാപങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. ഈശോയെ നോക്കുക, അവന്റെ കരുണയിൽ വിശ്വസിക്കുക, ആത്മവിശ്വാസത്തോടെ അവന്റെ അടുക്കൽ പോവുക.